സെമ്മ പണി വെച്ചിരിക്കേ. ഇന്നലെ ഞാൻ എമ്പുരാൻ സിനിമ കണ്ടു. ഇതൊരു റിവ്യൂ ഒന്നുമല്ല, പക്ഷെ നമ്മൾ മലയാളികൾ അറിയേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് പൃഥ്വിരാജ് എന്ന ഡയറക്ടർ, അയാളുടെ പേഴ്സണൽ രാഷ്ട്രീയമായിരിക്കില്ല ഈ ഒരു സിനിമയ്ക്കകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ദിവസം തന്നെ ഇത്രയേറെ ഹെവി ബുക്കിംഗ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി മോഹൻലാൽ എന്ന ഒരു നടനോടുള്ള ഇഷ്ടം കൊണ്ടുള്ള ആരാധകരുടെ കളക്ഷനായിരിക്കാം. പക്ഷേ രണ്ടാമത്തെ ദിവസം മുതൽ വരുമ്പോഴത്തേക്കിന് സിനിമ കണ്ട് ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കിന് അതിൻ്റെ അകത്തിലെ കുറച്ച് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തേക്ക് ആളുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിനെ കൊണ്ട് ആ സിനിമ കാണിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം, അതിൻ്റെ ഒരു ബ്രില്യൻസ് എന്ന് പറയുന്നത് പറയാതെ വയ്യ. കാരണം ടിയാൻ എന്ന് പറഞ്ഞൊരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ ഒരു ചുവട് പിടിച്ച് തന്നെ മുമ്പോട്ട് പോകുന്നൊരു പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ നടന്നൊരു സംഭവത്തെ സിനിമാറ്റിക്കായിട്ട് ചിത്രീകരിക്കുകയും മോഹൻലാൽ എന്നുള്ള നടനെ കൊണ്ട് അത് ചെയ്ത് ഫലിപ്പിക്കുകയും ചെയ്യുമ്പോഴത്തേക്കിന് അവിടെ ഉണ്ടാകുന്ന ആ ഒരു കെമിസ്ട്രി ഉണ്ട്, അത് ഈ ഒരു പടത്തിലൊരു മാജിക്കാന്ന് വേണം. ഡെഫിനറ്റ്ലി തിയേറ്ററിൽ പോയിട്ട് തന്നെ മസ്റ്റ് വാച്ചാണ്. പ്രത്യേകിച്ചും മലയാളത്തിൽ നിന്നും ഇത്രയേറെ ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ട് ഒരു പടം വേൾഡ് വൈഡ് ഒരു ഷോക്കേസ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് പൃഥ്വിരാജ് എന്ന നടനെ കൊണ്ടല്ലാതെ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം നിലവിൽ നമ്മുടെ മലയാളത്തിലുള്ള ഏറ്റവും ബെസ്റ്റ് ബ്രില്യൻ്റ് ഡയറക്ടറാണ് പൃഥ്വിരാജ് എന്ന് തന്നെ പറയാം. പണ്ട് ആരാണ്ട് പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു പൃഥ്വിരാജല്ലേ ഉള്ളൂ, അല്ലേ? ലാലേട്ടനൊക്കെ കിടിലൻ.